നമസ്കാരം. ഞാനേ കുറച്ച് മീൻകുട്ടികളെ നമ്മുടെ ഒരു കിണറിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൽ മെയിനായിട്ട് നമ്മുടെ കാരി, കല്ലട, ബ്രാല്, മഞ്ഞക്കൂരി, സാധാ പുഴുക്കൂരി, പിന്നെ നമ്മളിവിടെ പറയുന്ന വട്ടുടി എന്ന് വേണ്ട സകല ജീവജാലങ്ങളെയും കിട്ടുന്നതിനെ മുഴുവനും കൊണ്ട് നമ്മൾ ഒരു കിണറിലിട്ടായിരുന്നു. കിണറെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന കിണറാണ് ആദ്യം. പിന്നെ ഞാൻ മീനിട്ടിട്ട് അത് ഉപയോഗിക്കാൻ പറ്റണ്ടായി. അപ്പോൾ അവർ ഇതിൽ പല ആൾക്കാരും പ്രായപൂർത്തിയായി എന്ന് ഒരു വിവരം കിട്ടി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അവരെ ഒന്ന് കാണാം കേട്ടോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഈ കാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മീനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, അതൊരു കറുത്ത് ഇരിക്കുന്നൊരു മീനാണ്. പക്ഷേ ഇവിടെ അതിൽ കറുത്ത ടീംസ് ഞാൻ സാധാരണ കുഞ്ഞുങ്ങളെ ഇറക്കിയായിരുന്നു. പക്ഷേ അവരൊക്കെ ഇപ്പോൾ നല്ല വെളുത്ത് സുന്ദരകുട്ടപ്പന്മാരായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിൽ അപൂർവം ചില ടീമുകൾ നല്ല കറുത്ത് തന്നെ പഴയ രീതിയിലുണ്ട്. പക്ഷേ ഇവർ നല്ല വളർച്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ടാങ്കുകളിലൊക്കെ വളർത്തിയാൽ നമ്മുടെ നാടൻ മീനുകൾ നന്നായിട്ട് വലുതാവും. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ തീറ്റയാണ് കണ്ടോ, നമ്മുടെ നമ്പർ 3 ഫീഡാണ് ഈ കൊടുക്കുന്നവർക്ക്. ഒരു ചിലവുമില്ല. ഈ ഫീഡ് കുറേശ്ശെ കൊടുക്കുക, തിരിച്ച് ചണ്ടിയിട്ട് കൊടുക്കുക. കാരണം ഈ ചണ്ടിയിട്ട് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകൾക്ക് നമ്മൾ ഈ വയറ്റിലെ മെറ്റബോളിസം അല്ലെങ്കിൽ ശരിയാവില്ല. വയറ് വീർത്ത് ഇവർ ചത്തുപോകും. ടാങ്കിൽ പ്രത്യേകിച്ച് മീനുകൾ ചത്തുപോകണതിൻ്റെ ഒരു കാരണം അതാണ്. ഈ തീറ്റ ചെല്ലുമ്പോൾ ബ്ലോട്ടാവും, വയറിൽ ഗ്യാസ് കയറുന്നുണ്ട്. അപ്പോൾ അവർ ചണ്ടിയും കൂടി ഉണ്ടെങ്കിൽ ഈ സ്റ്റാർ ചണ്ടിയാണ് ഏറ്റവും നല്ലത്. അതുണ്ടെങ്കിൽ അത് കൊത്തി തിന്ന് അവർ അവരുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യും. അപ്പം ഞാനിത് ഇടാം കേട്ടോ. ഭയങ്കര തറവാടികളാണ്, ചിലപ്പോഴൊക്കെ വരുള്ളൂ. ഭയങ്കര പ്രശ്നക്കാരാണ്. എന്നാൽ നമുക്ക് നോക്കാം, വരുമോ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ. അപ്പോൾ നമ്മൾ നോക്കാം ഇവിടെ ഈ ആൾക്കാർ വരുമോ നോക്കാം. ഇപ്പോൾ ഒരു വാഴ കുലച്ച് നിൽക്കണ കാരണം കൊണ്ട് അതിൻ്റെ കുറച്ച് ഇത് വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം ഈ തറവാടികൾ വരുമോ നോക്കാം. വന്നോടി നമ്മുടെ പുല്ലൻ അല്ലെങ്കിൽ തൂളി എന്ന് പറയേണ്ട കുട്ടികളുണ്ട്. പിന്നെ ചെറുകടയുണ്ട്. കാരി ഏതാണ്ട് ഒരു വാളയുടെ അത്ര ആയി തുടങ്ങിയത്. കറുത്ത കാരി, അത് ചെറിയ വെളുത്ത കാരി എന്താ. അതെ മഞ്ഞക്കുരി, അതെ മഞ്ഞക്കുരി, മഞ്ഞക്കുരിയുടെ കുട്ടി. കല്ലട ഏതാണ്ട് ഒരു 13 വയസ്സൊക്കെ ഉള്ള കല്ലടയാണ് കേട്ടോ. അത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ചേട്ടാന്ന് വിളിക്കേണ്ട പരിവുള്ള ആൾക്കാരുണ്ട്. അയാൾ വന്നത് മഞ്ഞക്കുരിയുടെ കുട്ടിയിലെ മഞ്ഞക്കുരിയുടെ കുട്ടി കല്ലട. കല്ലുടുത്ത കാര്യം കറുത്ത കാരി, വെളുത്ത കാരി. അസല് പൈസായിട്ടുണ്ട് ഇവർ കിടന്ന് ഒരു പ്രായപൂർത്തിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. കണ്ടോ, അപ്പോൾ ആർക്കും ഇതൊന്ന് പരീക്ഷിക്കാം. നല്ലൊരു ഇതാഴ്ചയുള്ള ഇതിപ്പോൾ 8 റിങ്ങുണ്ട്. കിണറായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. നന്നായിട്ട് തീറ്റ എടുക്കുന്നുണ്ട് അവർ. നമുക്കിത് കാണുമ്പോൾ സന്തോഷം. ഈ തീറ്റ ഇതുപോലെ തിന്നണ കാണുമ്പോൾ നമുക്ക് സന്തോഷം. കൈമട്ടം കാരി ഇതേ രീതിയിൽ അടിക്കുന്നു. അതിൽ അവനൊക്കെ കല്ലടയ്ക്ക് ഒരു 300 ഗ്രാമിൽ മേലെ ആയിട്ടുണ്ട്. കരിമീൻ
കൊണ്ട് പറക്കി പറക്കി തിന്നാണ്. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതൊന്ന് പരീക്ഷണം നോക്കാവുന്ന കേസ് ഉള്ളൂ കേട്ടോ. റിങ് ആഴമുള്ളത് നല്ലത്. പിന്നെ ഈ തൂളിയുടെ കുട്ടികൾ വലുതാവണില്ല കേട്ടോ. ഒരു 3 വർഷമെങ്കിലും മേലെ ഈ കിടന്ന് കുഞ്ഞിതായിട്ട് നടക്കുന്നവർ അവരെന്തോ ഇതിനകത്ത് വലുതാവണില്ല. അവർ ജലാശയങ്ങളിൽ തന്നെ വലുപ്പം വയ്ക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാർ വന്നു തുടങ്ങി. വീഡിയോ എത്രത്തോളം കിട്ടിയത് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കാം കേട്ടോ. അവരുള്ള സ്ഥലത്ത് റിങ്ങിറക്കി അതിൽ ഡയറക്റ്റ് ഭൂമിയിൽ നിന്ന് ഉറവ് വല്ല വെക്കലാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ